അപ്പോൾ ഇന്ന് ഞാൻ ഇരിക്കുന്ന ഒരു പാടത്തിൻ്റെ വക്കിലാണ്. സോ ലിസൺ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിട്ട് വേഗം പോവാം. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഒടുക്കാത്ത സൈസ് ആയിരിക്കും. സംഭവം എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് ലാഗ് അടിച്ചിട്ട് തന്നെ ഒന്നും അവൻ്റെ കമ്പ്യൂട്ടർ പ്രശ്നമാണ്, അതുപോലെ തന്നെ ഈ സൈസും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ആലോചിച്ചു, കോണ്ടൻറ്റ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഗ്രാഫിക്സ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ കംപ്രസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള എന്തെങ്കിലും നല്ല ഈസി ആയിട്ടുള്ള നല്ല ബെസ്റ്റ് ക്വാളിറ്റിയിൽ കംപ്രസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള എന്തെങ്കിലും വെബ്സൈറ്റ് ഉണ്ടോ? ഇമേജ് ഇട്ടാ വീഡിയോ അല്ല. അപ്പോൾ അങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് ഞാൻ 2-3 വെബ്സൈറ്റ് കണ്ടെത്തിയത് അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. പ്രോപ്പറായിട്ട് നമുക്ക് അടിച്ചു കൊടുക്കുക, ഇത്ര KB മതി സൈസ് അല്ലെങ്കിൽ ഇത്ര MB മതി സൈസ് എന്നുള്ളത്. ഗ്രാഫിക് ഡിസൈനേഴ്സ് ഇട്ടാ, അതായത് ഒരു 1 MB എന്നുള്ള ഫയൽ നല്ല ബെസ്റ്റ് കംപ്രഷനിൽ കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് വളരെ ക്വാളിറ്റി കുറയ്ക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന 3 വെബ്സൈറ്റ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റം ചെയ്തിട്ട് കംപ്രസ് ചെയ്യാൻ പറ്റും ഇമേജുകൾ. പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വല്ലാണ്ട് ക്വാളിറ്റി കുറഞ്ഞ് അലമ്പൊന്നും ആവില്ല, എന്നാലും നമ്മുടെ ലെവലനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന പോലെ ഈ 3 വെബ്സൈറ്റാണ് ചെക്കൗട്ട് ചെയ്യുക. പിന്നെ നൊമാഡിക് ലൈഫ് എന്താണെന്നുള്ള കാര്യം ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുൻപത്തെ മീൻസ് ഫസ്റ്റത്തെ വീഡിയോയിൽ ആ വീഡിയോയിൽ പോയിട്ട് കാണുകയാണെങ്കിൽ ഞാൻ എന്തൊക്കെ കാട്ടിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാവും. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇവിടുത്തെ വിഷ്വൽസ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഞാനൊരു പക്ക നാട്ടുമ്പുറത്തുകാരനാണ്. ഞാൻ ചെറുപ്പം തൊട്ടേ ഇങ്ങനത്തെ ഒരു പാടത്തിൻ്റെ ഏരിയയിലൊക്കെ വീട് വെച്ച് താമസിച്ച് ജീവിച്ചു വന്ന ആളാണ്. ആ അറ്റത്താണ് എൻ്റെ വീട് ആദ്യമായിരുന്നത്. അങ്ങോട്ട് പോകാൻ വഴിയില്ല, അല്ലെങ്കിൽ കാണിച്ചു തന്നെ. ഓക്കെ, അപ്പോൾ 2 വർഷത്തെ പ്രവാസത്തിന് ശേഷം നാട്ടിൽ വരുമ്പോൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന സുഖമില്ലേ, അയ്യോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഇങ്ങനത്തെ ഒരു മണ്ണിലാണ് ജനിച്ച് വളർന്നത്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു സങ്കടവും പിന്നെ ഇത് മിസ് ചെയ്യണ പോലത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പാടം കിളച്ചിട്ടൊക്കെ നമ്മുടെ ഞാറ് നടാൻ ഉള്ള സീസണായി. അപ്പോൾ അതിൻ്റെ തിരക്കിൽ എല്ലാവരും പാടത്ത് ഭയങ്കര പണിയിലാണ്. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടി കൊണ്ട് വന്നേക്കണം എന്നിട്ടാ. പണ്ടൊക്കെ ഇതുപോലത്തെ വഴി കൂടെ നടന്നു പോയിട്ട് ചൂണ്ടയും പിടിച്ചുകൊണ്ട് ചൂണ്ടാനൊക്കെ പോകാറുണ്ട്. അതൊക്കെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഞങ്ങളെ കൂടെ ഫ്രണ്ട്സൊക്കെ പുറത്തുനിന്ന് എല്ലാവരും. അപ്പോൾ ആരും ഇല്ല കാണാനായിട്ട്. ഇങ്ങനത്തെ തോട്ടിലൊക്കെ നിറച്ച് മീനൊക്കെ കാണാറുണ്ട്. ഇപ്പോൾ മീനൊന്നും ഇല്ല, ഒഴുക്കിലൊക്കെ പെട്ട് പോയിണ്ടാവും. ഇതാണ് എൻ്റെ മെയിൻ റോഡ്. ഇവിടെ നിന്നാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് വലത്തോട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലോങ് ആയിട്ടുള്ള ഒരു വിഷ്വൽ കിട്ടും. ലെഫ്റ്റിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കറണ്ടിൻ്റെ പോസ്റ്റൊക്കെ പോകുന്നുണ്ട് വലിയ. ആക്ച്വലി ഇതൊരു പക്കാ നാട്ടുമ്പുറാണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സൈഡുണ്ട്, അതായത് അവിടെ ഞാനീ പറയുന്നത് എൻ്റെ നാടിനെ കുറിച്ചായിട്ട്. അപ്പുറത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പരിചയക്കാരും ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഇതിൽ ഭംഗിയാണ് കാണാനായിട്ട്. കാരണം അവിടെ പക്കാ നാട്ടുമ്പുറാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് കണ്ടില്ലേ, അവിടെ ഒരു കറണ്ട് കമ്പി കണ്ടില്ലേ, അവിടെ ഒരു പാലുണ്ട്. പിന്നെ ഈ ഒരു ഗ്യാപ്പിൽ അപ്പുറത്ത് ഒരു പാലുണ്ട്, ഇപ്പോൾ കാണാൻ പറ്റില്ല. അത് 2 മുറിച്ച് കളയാണെങ്കിലേ കറക്റ്റ് ഒരു ഐലൻഡാണ് ഈ ഒരു പോർഷൻ. ഇവിടെ നിന്ന് മുതൽ ഇവിടം വരെ ഒരു ഐലൻഡ് പോലെയാണ്. ഉള്ളിൽ ചെറിയ ചെറിയ വീടൊക്കെ ആയിട്ട് പക്ക നാട്ടുമ്പുറം. ഇപ്പോൾ ഇത്തിരി വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഞാനൊക്കെ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ പഴയ കാളകളികൾ പിന്നെ തോറ്റം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഉള്ളൊരു ഏരിയയാണത്. പണ്ട് ഇങ്ങനത്തെ ചതുപ്പിൽ നിന്നൊക്കെ ഇങ്ങനത്തെ വെള്ളത്തിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ആൾക്കാർ ബ്രാലിന് പിടിക്കും. ഞാൻ ചെറുപ്പത്തിലുള്ള കാലത്ത്, ഇപ്പം എനിക്കറിയില്ല ആൾക്കാർ പിടിക്കുന്നത്, ഇപ്പോൾ ആരില്ല അങ്ങനത്തെ ആൾക്കാർ ഇങ്ങനെ കുത്തി പിടിക്കും മീനെ, അങ്ങനെ പറയും. ഇത് കൃത്യമായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് പറയുന്നത്. ഇപ്പം നമ്മൾ അങ്ങോട്ട് നടന്നിട്ട് വരാം ഭാഗത്തേക്കൊക്കെ. അവിടെ ആൾക്കാരൊക്കെ പണി ചെയ്യുന്നുണ്ട്. ഇപ്പുറത്ത് ഫുള്ള് വെള്ളമാണ്, ഇപ്പുറത്ത് തോട്. ഞാൻ ഈ ഭാഗത്തേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. പുറത്തുനിന്ന് കാണുന്നതിൻ്റെ ഇറങ്ങിയിട്ട് നോക്കിയിട്ടില്ല ഈ ഭാഗത്തുനിന്ന്. നല്ല രസമുണ്ട് കാണാനായിട്ട്. പണ്ടൊന്നും ഇങ്ങനെ വാഴക്കൃഷിയൊന്നും വെക്കാറില്ല. ഇപ്പോൾ വാഴക്കൃഷിയൊക്കെ വാഴയൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. പണ്ട് മൊത്തം തെങ്ങിൻ്റെ തട വിട്ട് അങ്ങനെയൊക്കെ ഇരുന്നു. ഇപ്പോൾ ഈ വാഴയൊക്കെ വന്നിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അവിടെ കുറച്ച് കിളയുണ്ടെന്നുണ്ട്. അപ്പം അങ്ങോട്ട് കിളയ്ക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുക. ഞാൻ നാട്ടിൽ വന്ന ശേഷം ഈ പാടത്തേക്ക് ഇറങ്ങിയിട്ടില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വർക്കെന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിലിരുന്നിട്ട് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങാനും നേരമില്ല, ഒന്നുമില്ല, അങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ കുളിച്ച് കഴിഞ്ഞപ്പോൾ പാടത്തേക്ക് ഒന്ന് പോയിട്ട് റെക്കോർഡ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കോൺസെപ്റ്റ് നിങ്ങൾ ഷോക്കേസ് ചെയ്യുക, ഇവിടെ നിന്നുകൊണ്ട് കാര്യങ്ങൾ പറയാന്നുള്ളത്. അപ്പോൾ ഡിജിറ്റൽ നോമാഡ് എന്താണെന്നുള്ള കാര്യം അറിയില്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് നോക്കിയിട്ട് പാട്ടാ ഇവിടെ നമ്മൾ എന്താണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ആസ് എൻ IT പ്രൊഫഷൻ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സാണ്. പാണ്ടിറങ്ങിയിട്ട് കൊടുക്കത്തെ സ്ട്രെസ്സാണ്. എങ്ങനെ ഇത് റിലീഫ് എന്താ പറയുക, അത് വിട്ടുകളെന്ന് എനിക്കറിയില്ല. ഇടയ്ക്ക് വെച്ച് ഒരു കോൾ വന്നു. ഓക്കെ, അപ്പോൾ
ഒടുക്കത്തെ സ്ട്രെസ്സ് അതെങ്ങനെ നമ്മളൊന്ന് സമാധാനപ്പെടുക എന്നുള്ളൊരു സിറ്റുവേഷനൊക്കെ വരുമ്പോഴാണ് നമ്മൾ ആലോചിക്കുക ട്രാവൽ ചെയ്യുക പുറത്ത് പോകുന്നത്. എനിക്കാണെങ്കിൽ പുറത്ത് തിരഞ്ഞു കിടക്കാൻ ഇഷ്ടമാണ്. എൻ്റെ ഉമ്മ ഇടയ്ക്കിടയ്ക്ക് പറയും നീ വൈകിട്ട് ഇറങ്ങാതെ നീ മൂങ്ങാണ് ചോദിക്കുമ്പോൾ. കാരണം വെച്ചാൽ ഞാൻ വൈകിട്ട് പുറത്തിറങ്ങും, രാത്രി ഇറങ്ങുള്ളൂ, കാരണം വെയിലുണ്ടാവില്ല. ഉച്ചയ്ക്ക് ഇറങ്ങിയിരുന്നു, പഴയ കാലത്തൊക്കെ ഇറങ്ങിയിരുന്നു, ഇപ്പം ഒന്നും ഇറങ്ങാൻ താല്പര്യമില്ല, ആരുമില്ല പുറത്ത് അങ്ങനെ. അപ്പോൾ ഇങ്ങനെ കറങ്ങി നടക്കുന്ന ആളായിട്ടുള്ള കാരണം അങ്ങനത്തെ സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഇങ്ങനെ കറങ്ങാൻ പോകാമെന്നുള്ളൊരു പ്ലാനായി. അങ്ങനെ ഓൺലൈനിൽ നോക്കിയപ്പോഴാണ് അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ജീവിതം ഉണ്ടെന്ന് മനസ്സിലാക്കിയത്, ഡിജിറ്റൽ നൊമാഡ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തെണ്ടി നടക്കല്ല, ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് അല്ലെങ്കിൽ ഒരു ഡിഫറൻറ്റ് സ്ഥലത്ത് ഇരുന്നിട്ട് വർക്ക് ചെയ്യുക, പിന്നെ ബാക്കിയുള്ള സമയത്ത് നമുക്ക് കറങ്ങി നടക്കാമെന്നുള്ളത് അല്ലെങ്കിൽ എൻജോയ് ചെയ്യുക എന്നുള്ള സെറ്റപ്പാണ്. പക്ഷേ ഞാനിപ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ ജസ്റ്റ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, കാരണം എനിക്കറിയില്ല, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച്. ഓക്കെ, അപ്പോൾ ഇതാണ് അവിടുത്തെ വിഷ്വൽസ്. പിന്നെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുന്നത് ഇതൊരു ഒരു ഭാഗം മാത്രം കേട്ടാ, ഇതിൻ്റെ അപ്പുറത്ത് വേറൊരു ഭാഗമുണ്ട്, അവിടെ ഞാൻ വണ്ടി വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ വന്നതിൽ ഇപ്പോൾ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ സാധനം കാണാൻ പറ്റി, തൂക്കണാകുരുവിയുടെ കൂട്. എൻ്റെ പൊന്നെ, ഇത് മറ്റേ മലയാള ബുക്കിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. നേരിട്ട് മുൻപ് ഒരു ദിവസം കണ്ടിട്ടുണ്ട്, പക്ഷേ അതിങ്ങനെ ക്യാമറ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, ഒരു മാക്കാച്ചി ക്യാമറ ഇന്നിപ്പോൾ ഇതിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം കുറച്ച് കിട്ടുന്നുണ്ട്. അടിപൊളിയില്ലേ? കുറേ നേരം കരച്ചിലേക്കുണ്ട്, ഞാൻ അടിക്കാൻ നോക്കണത്, മാപ്പോട്ട് നോക്കിയില്ല, മാപ്പോട്ട് നോക്കുമ്പോൾ കണ്ടേ കാക്ക കരയുണ്ട്, വിരുന്ന് വരാനിരിക്കും, പാടത്തേക്ക് ആരെങ്കിലും വരാനുണ്ടാവും. അപ്പോൾ നമ്മൾ ഇവിടുത്തെ വിഷ്വൽസ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകാൻ നിൽക്കുന്നത്. എൻ്റെ ക്യാമറ കുറച്ചൊക്കെ ബ്ലർ ഉണ്ട് കേട്ടോ, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ലെൻസ് ചോവില്ല, ലെൻസ് വേറെ വാങ്ങണം, അപ്പോൾ ക്യാമറയിൽ കുറച്ചൊക്കെ ബ്ലർ ഉണ്ടാവും. പിന്നെ അപ്പോൾ ടിപ്സ് ഒരെണ്ണം കിട്ടി, പിന്നെ വിഷ്വൽസ് കാണാൻ പറ്റി. ഇനി നമുക്ക് അടുത്ത സ്ഥലത്ത് നമുക്ക് പോയിട്ട് സംസാരിച്ചിട്ട് കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞുതരാം. ഈ ടിപ്സ് മാത്രമല്ല കേട്ടോ, വലിയ വലിയ ടിപ്സ് വേറെ ഉണ്ട്, ഇത് കുഞ്ഞു ടിപ്സ് വലുത് വരാനിരിക്കുന്നുള്ളൂ. സൈനിങ് ഓഫ്, കാണാം. അപ്പോൾ താങ്ക്സ് ഫോർ ക്ലിക്കിങ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, താങ്ക് യു.